നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർണായകമായ ഒരു ചോദ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അക്കിബ് സുഹൈൽ എന്ന അഭിഭാഷകനെ SI VR റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. വാഹനാപകടവുമായി ബന്ധപ്പെട്ട് കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെ SI റിനീഷ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതോടെയാണ് കോടതിയുടെ വൻ ഇടപെടൽ. രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത്. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. DGP പുറത്തിറക്കിയ സർക്കുലറിൽ പോലീസുകാരുടെ പെരുമാറ്റം ഏത് വിധത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചു. പോലീസിനെതിരെ എന്ത് ആരോപണം ഉയർന്നാലും അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറയുന്ന കാരണം സേനയുടെ ആത്മവീര്യം നഷ്ടമാവും എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടി. എന്ത് തോന്നിയാസം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ കൂടെ നിർത്തണം എന്നാണോ പറയുന്നത്? ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത്? ആ ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോട്ടെ എന്ന് വെക്കണം, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ വിമർശിച്ചു. ഒരു പദവിയിലിരുന്ന് തെറ്റ് ചെയ്താൽ പിന്നെ അവിടെ ഇരിക്കാൻ അയാൾ യോഗ്യനല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്ന് കോടതി പറഞ്ഞു. ഇത്രയധികം ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടും സംസ്ഥാന പോലീസ് മേധാവി ഒന്നും ചെയ്തില്ല എന്നത് അത്ഭുതമാണെന്ന് കോടതി പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കാൻ നിൽക്കുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. അന്വേഷണം എപ്പോഴും പക്ഷപാതരഹിതമായിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും വ്യക്തമാക്കി. ജനങ്ങളോട് മോശമായി പെരുമാറരുതെന്നും കോടതി വ്യക്തമാക്കി. ഇയാൾക്കെതിരെ കോടതിയലക്ഷ്യം കേസും എടുത്തിരുന്നു. ഈ കേസിലാണ് SI റിനീഷ് മാപ്പ് പറഞ്ഞത്. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നത് അനുസരിക്കാൻ പോലീസുകാർക്ക് ഇത്ര ബുദ്ധിമുട്ടാണോ എന്നും നേരത്തെ കോടതി ആരാഞ്ഞിരുന്നു. പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച് കോടതി നിർദ്ദേശപ്രകാരം DGP ഇതിനിടെ പുതിയ സർക്കുലറും പുറത്തിറക്കിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ മാപ്പ് പറഞ്ഞെങ്കിലും അത് കോടതി സ്വീകരിച്ചിരുന്നില്ല. എന്ത് തെറ്റ് ചെയ്താലും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാം എന്നത് ശരിയായ കാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഏത് വിധത്തിലുള്ള അച്ചടക്ക നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കാനും നിർദ്ദേശിച്ചിരുന്നു. അതുവരെ സ്വീകരിച്ച അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടിയ പോലീസ് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും അറിയിച്ചിരുന്നു. അതിനിടെയാണ് മറ്റു രണ്ടുപേർ റിനീഷിനെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചത്. ഈ കേസുകൾ കൂടിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.